ഈശോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ രാത്രി ചിന്തകളുടെയൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോവാണ്. നോമ്പുകാലത്തിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്ഥലങ്ങൾ ധ്യാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പേഴ്സണലി കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലെ ഏറ്റവും ഇമോഷണലായ, ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു എപ്പിസോഡ്, ഒരു സീനിലാണ് നമ്മൾ ഈ 4-ാം സ്ഥലത്ത് എത്തി നിൽക്കുക. മാതാവും ഈശോയും കണ്ടുമുട്ടുക. നമ്മൾ കുരിശിൻ്റെ വഴിയുടെ റെഗുലർലി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കാണുന്നില്ലേ? വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ. അമ്മയും മകനും പരസ്പരം നോക്കുന്നു, രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. കുരിശിൻ്റെ വഴിയുടെ 4-ാം സ്ഥലത്ത് എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മളൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഈ ഒരു 4-ാം സ്ഥലത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സങ്കടം നമ്മൾ കൺമുമ്പിൽ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ നിന്നു പോയിട്ടില്ലേ? പരിശുദ്ധ അമ്മയുടെ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ, ഈ മകൻ വേദനിക്കുന്ന സമയത്ത് ആ മകനെ സഹായിക്കാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റില്ലേ? കുരിശെടുത്ത് സഹായിക്കാൻ ഒരു ശിമയോനുണ്ട്, മുഖം തുടച്ചു കൊടുക്കാൻ ഒരു വേറോനിക്കായുണ്ട്, അല്പം അകലെയെങ്കിലും ഒക്കെ നടക്കാൻ പറ്റുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു യോഹന്നാനൊക്കെ ഉണ്ട്. ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത ഒരു അമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കെല്ലാം നമ്മുടെ അമ്മമാരെ, നമ്മുടെ അപ്പച്ചന്മാരെയൊക്കെ ഓർക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട ഒരു ചിന്ത ഇതാണെന്നാണ് തോന്നുക. നമ്മളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു വിദ്യാഭ്യാസ കുറവുണ്ടോ, അവരുടെ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ടോ, ഒരുപക്ഷെ നമ്മൾ തന്നെ അങ്ങനെ കളിയാക്കുന്നതായിരിക്കും. അപ്പൻ എന്നാ അറിയാം, അമ്മയ്ക്ക് എന്നാ അറിയാം. പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ, കുഞ്ഞുമക്കൾ, പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഈ അപ്പനും അമ്മയ്ക്കും ഒക്കെ എന്നെ സഹായിക്കാൻ പറ്റത്തില്ലേ, ഇല്ലേ ഇവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്താൻ പറ്റില്ലേ? അറിയില്ലടോ, ചിലപ്പോൾ അവർക്ക് അത്രയൊക്കെ പറ്റിക്കാണുള്ളൂ. പക്ഷേ വിങ്ങിപ്പൊട്ടുന്നൊരു ഹൃദയത്തോടെ, ഒരു പക്ഷെ നമുക്ക് വേണ്ടിയൊക്കെ കവിഞ്ഞൊഴുകുന്ന 2 കണ്ണുകൾ ചിലപ്പോൾ അവരുടേത് മാത്രമായിരിക്കാം. നമ്മൾ വേദനിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ചില മാതാപിതാക്കളില്ലേ, അപ്പനില്ലേ, അമ്മയില്ലേ? പക്ഷെ അവരെന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്. അവരാ ചെയ്യുന്നതാണ് നമ്മളെ നേരെ നിർത്തുന്നതെന്ന് ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ വിശ്വസിച്ചേക്കണം, ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തേക്കണം. അപ്പനോ അമ്മയോ ആരോ ഒരാൾ മുട്ടേ കുത്തി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ നേരെ നിൽക്കാൻ പറ്റുന്നതെന്ന് ഒരിക്കലും മറന്നുപോയില്ല. അപ്പ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അമ്മ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊന്നും ചോദിച്ച് ആ കുഞ്ഞു ഹൃദയങ്ങളെ വേദനിപ്പിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അവർ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടാകാം, അവർ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ടാകാം നിങ്ങളെ ഓർത്ത്. ഒരുപക്ഷെ നിങ്ങൾ നടക്കുന്ന കുരിശിൻ്റെ വഴിയിൽ എല്ലാം ഹൃദയത്തിൽ ഒതുക്കി കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, കൂപ്പിപ്പിടിച്ച കരങ്ങളോടെ അവരല്പം ദൂരെ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട മക്കൾ, ഇത് സാധിക്കുമെങ്കിൽ അപ്പായ്ക്കും അമ്മായിക്കും വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അവസാനം അവരൊക്കെ ഉള്ളൂ. നമ്മളെന്ത് മണ്ടത്തരം കാണിച്ചാലും, നമ്മളെന്തൊക്കെ കുഴികളിൽ വീണു പോയാലും, അവസാനം നമുക്ക് ചെന്നൊന്ന് ആശ്രയിക്കാൻ, പോയി ഒന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ ഈ മടിത്തട്ട് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അവർ വഴക്ക് പറയായിരിക്കും, ചിലപ്പോൾ അവർ ഒരു സങ്കടത്തിൻ്റെ മുഖമൊക്കെ കാണിച്ചേക്കാം. പക്ഷേ അവസാനം നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാനും ആ മുഖം മാത്രമേ ഉള്ളൂ എന്നോർത്തേക്കുക. ഈശോ ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു, മാതാവ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ചുറ്റും ഒരുപാട് ആളുകൾ നിൽക്കുന്ന സമയത്തും ഇവരുടെ 2 പേരുടെ ഹൃദയം മാത്രമാണ് അവർക്ക് 2 പേർക്കും മനസ്സിലാവുന്ന രീതിയിലൊന്ന് വിങ്ങിപ്പൊട്ടുന്നത്. ലോകത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ പഠിക്കുന്നിടത്ത്, ശുശ്രൂഷ ചെയ്യുന്നിടത്ത് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ ഓൺലൈനിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഫോളോവേഴ്സും നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി വിങ്ങിപ്പൊട്ടാനും, നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാനും, നമ്മളെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഫൈനലി അപ്പനും അമ്മയൊക്കെ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കിട്ടുന്നൊരു സൗഭാഗ്യം ആവണമെന്നില്ല. ഒരുപക്ഷെ അപ്പച്ചനും അമ്മച്ചും ഒക്കെ മരണം മൂലം വാങ്ങിപ്പോയിട്ടുണ്ടാകാം. എല്ലാവർക്കും കിട്ടുന്ന പോലെ അപ്പൻ്റെ അമ്മയുടെ ഒരു സ്നേഹം കിട്ടാത്തവരും ഉണ്ടാകാം. പ്രിയപ്പെട്ട സൗരങ്ങൾ, ഇന്ന് രാത്രി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വചനം മറന്നു പോകല് സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? അപ്പനും അമ്മയും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇന്ന് രാത്രിയിൽ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പായ്ക്കും അമ്മായിക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവരടുത്തുണ്ടെങ്കിൽ ഒന്ന് പോയി ചേർത്ത് നിന്ന് കെട്ടിപ്പിടിക്കുക. ദൂരെയാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചേക്കുക. അപ്പനും അമ്മയും ഒരു വിളിപ്പുറത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. അപ്പൻ്റെ അമ്മയുടെ ഒന്ന് സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ, അവരുടെ കരുതൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സങ്കടപ്പെടാതെ, അപ്പനെ അമ്മയേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്ന ഈശോ, ആ ഈശോയെ കാണുക. കുരിശിൻ്റെ വഴിയിൽ അവൻ നിൻ്റെ മുൻപേ നീങ്ങുന്നുണ്ട്. അവൻ്റെ കൂടെ നടക്കുക. കൂട്ട് ആയി ഒരമ്മയും, പരിശുദ്ധ അമ്മയും കൂടെയുണ്ട്. ശാന്തമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ ഈശോയുടെ സാന്നിധ്യം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ, അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാം പൊതിഞ്ഞു പിടിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ വിശുദ്ധ കുരിശ് നിങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. ആമേൻ.